പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്നും 5 വർഷം മുൻപ് കാണാതായ ജസ്ന മറിയം ജെയിംസിന്റെ തിരോധാനം തന്നെയാണ് വീണ്ടും ശക്തമായി ഉയർന്നു കേൾക്കുന്നത്. ജസ്നയുടെ തിരോധാനത്തിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് മുണ്ടക്കയം സ്വദേശിനി ഇപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഏവർക്കും അത് കാണുവാൻ കഴിയുന്നത്. ജസ്നയെ കാണാതാകുന്നതിന് 2 ദിവസം മുൻപ് ഒരു യുവാവിനൊപ്പം ജസ്നയുടെ മുഖസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയെ ലോഡ്ജിൽ വെച്ച് കണ്ടുവെന്നാണ് മുണ്ടക്കയം സ്വദേശിനി അവകാശപ്പെടുന്നത്. പിങ്ക് നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച പെൺകുട്ടി എറണാകുളത്ത് ഒരു പരീക്ഷ എഴുതാനായി പോകാനെത്തിയതാണെന്നാണ് ഇവരോട് പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിയിരുന്നു. എന്നാൽ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്ത് പറയരുതെന്ന് ലോഡ്ജ് ഉടമ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർ ആരോപിക്കുന്നത്. രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയാണ് ജസ്നയ്ക്ക് മുറി കൊടുത്തതെന്നും പറയുന്നു. രാവിലെ 11:30യോടെയാണ് കണ്ടത്. പയ്യൻ വന്ന് മുറിയെടുത്തു. 2 പേരും വൈകുന്നേരം 4 മണി കഴിഞ്ഞ് അവിടെ നിന്നും പോയി. പയ്യനെയും കണ്ടിട്ടുണ്ട്. വെളുത്ത് മെലിഞ്ഞ ഒരു പയ്യനായിരുന്നു അന്ന് വന്നതെന്ന് അവർ ഓർത്ത് പറയുന്നു. 102-ാം നമ്പർ മുറിയായിരുന്നു അവർക്ക് കൊടുത്തതും. ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ഈ ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ CCTV ക്യാമറയിലാണ് എന്നുള്ളതും ഈ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടതിന് പിന്നാലെ അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ശക്തമാക്കുകയാണ്. ഒറ്റ തവണ കണ്ടതായിട്ടാണ് അവർ പറയുന്നത്. CBI ഒന്നും ഇതുവരെ തന്നോട് ഇതേപ്പറ്റി ചോദിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. പത്രത്തിൽ ജസ്നയെ കാണുന്നില്ല എന്ന വാർത്ത കണ്ടപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ലോഡ്ജ് ഉടമയെ അന്ന് തന്നെ സമീപിച്ചിരുന്നു. എന്നാൽ അയാൾ വിവരങ്ങളൊന്നും പുറത്തു പറയരുതെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഈ മുണ്ടക്കയം സ്വദേശിനി പറയുന്നത്. പക്ഷേ ഈ ആരോപണം പൂർണ്ണമായും ലോഡ്ജ് ഉടമ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. തന്നോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്തായിരിക്കാം അവർ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ലോഡ്ജ് ഉടമയുടെ വാദം. ജസ്നയെ ലോഡ്ജിൽ വെച്ച് കണ്ടെന്ന ഇവരുടെ വെളിപ്പെടുത്തൽ ജസ്നയുടെ പിതാവും പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞത് തെറ്റാണെന്നാണ് പിതാവ് പറയുന്നത്. കേസ് CBI ഇപ്പോൾ കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതേ സംബന്ധിച്ച് CBI തന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തുകയുണ്ടായി. സ്ത്രീയോ സ്ത്രീയുടെ സുഹൃത്തോ ആയ ഒരാൾ ശനിയാഴ്ച വിളിച്ചിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്റെ സുഹൃത്ത് അന്വേഷിച്ചു. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയെന്നാണ് ജസ്നയുടെ പിതാവ് പറയുന്നത്. മുണ്ടക്കയം സ്വദേശിനിയുടേത് അന്വേഷണം പൂർണ്ണമായും വഴിതെറ്റിക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് നേരത്തെ അന്വേഷണം നടത്തി. അതിൽ അവരുടെ മൊഴിയിൽ കഴമ്പില്ലെന്നാണ് കണ്ടെത്തിയതെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു. അന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ജസ്ന ലോഡ്ജ് ഭാഗത്തേക്ക് വരുന്നത് സംബന്ധിച്ച് യാതൊരുവിധ തെളിവും കിട്ടിയില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത്. അന്വേഷണ സമയത്ത് മുണ്ടക്കയത്തെ നഗരത്തിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതിൽ നിന്നും ഒന്നും തന്നെ ഉപകാരപ്രദമായ ഒന്നും ലഭിച്ചില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. 2018 മാർച്ച് 22-നാണ് ജസ്ന മറിയം ജെയിംസിനെ കാണാതായത്. ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിൽ പെൺകുട്ടി എത്തിയതിന് സാക്ഷിമൊഴിയുണ്ട്. പക്ഷേ അതിനുശേഷം ജസ്ന എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു എത്തും പിടിയുമില്ല. പിന്നീട് ആരും തന്നെ ജസ്നയെ കണ്ടിട്ടില്ല. തൊട്ടടുത്ത ദിവസം തന്നെ എരുമേലി പോലീസ് സ്റ്റേഷനിൽ വീട്ടുകാർ പരാതിയും കൊടുത്തു. തിരോധാനവുമായി ബന്ധപ്പെട്ട് കേരള പോലീസും CBIയും ക്രൈംബ്രാഞ്ചും ഒക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പെൺകുട്ടിയെ കാണാതായ ദിവസം 16 തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണയായിരുന്നു ചോദ്യം ചെയ്തത്. ആ വഴിക്കും അന്വേഷണം മുന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ജസ്നയ്ക്ക് ഗർഭലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഈ അടുത്തായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ആലോചനകളും സംശയങ്ങളും ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. എന്നാൽ അങ്ങനെ ഒന്നില്ല എന്നും ആൺ സുഹൃത്തിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയെന്നും ആർത്തവരക്തം പുരണ്ട വസ്ത്രം കണ്ടെടുത്തില്ല എന്നുമുള്ള CBIയുടെ റിപ്പോർട്ടിനോട് ബന്ധുക്കൾ യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമില്ലെന്നാണ് CBIയും നിലപാടെന്ന് സ്വീകരിച്ചത്. CBI ചോദ്യം ചെയ്തപ്പോൾ ജസ്നയുടെ പിതാവ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് അന്വേഷണം അന്തിമമായി അവസാനിപ്പിച്ചിട്ടില്ല എന്നും CBI തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു.